നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദിമുതലേക്കും തന്നെ. ആമീൻ. മഹത്വമുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അധികാരമുള്ള ദൈവമേ, നിൻ്റെ കൃപയ്ക്കായും നിൻ്റെ കരുണയ്ക്കായും നന്ദിയോടെ സ്തോത്രം. ജീവനുള്ള ദേശത്ത് നിന്ന് അങ്ങയുടെ സന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന പ്രിയപ്പെട്ട സെലീനാമ്മ ആൻ്റിയുടെ ജീവിതത്തെ ഓർത്ത് നന്ദി പറയുവാനും സ്തോത്രം കരയേറ്റുവാനും ഇന്നത്തെ ശുശ്രൂഷ അവിടുന്ന് മുഖാന്തരമാക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. 83 സംവത്സരക്കാലം ഈ ലോകത്തിൽ ഏറ്റവും ധന്യമായ ജീവിതം നയിച്ച് അങ്ങയുടെ സമയമായപ്പോൾ അങ്ങയുടെ സ്വർഗീയ അനുഭവത്തിലേക്ക് നിൻ്റെ മകളെ വിളിച്ചേർത്ത കൃപയ്ക്ക് നന്ദി പറയുവാൻ, സ്തോത്രം കരയേറ്റുവാൻ ഞങ്ങളെ ഇടയാക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. ഒരു ആയുസ് അതിൻ്റെ പൂർണ്ണത ഈ ലോകത്തിൽ അനുഭവിപ്പാൻ നിൻ്റെ മകളെ ഇടയാക്കി. ദൈവകൃപയിൽ ആശ്രയിച്ച് തൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ തക്കവണ്ണം നിൻ്റെ മകൾക്ക് നൽകിയ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഇപ്പോൾ ഞങ്ങളുടെ ഇടയിൽ നിന്ന് യാത്രാമൊഴി ചൊല്ലി കർത്താവിൻ്റെ സന്നിധിയിലേക്കൊക്കെ പോയിരിക്കുമ്പോൾ, കർത്താവെ, നിൻ്റെ വാഴ്വുകളാൽ നിൻ്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സ്വർഗീയ സമാധാനം കൊണ്ടും ക്രിസ്തീയമായ പ്രത്യാശ കൊണ്ടും എല്ലാവരെയും ഉള്ളങ്ങളെയും ബോധങ്ങളെയും അവിടെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നല്ലപോർ പൊരുത് ഓട്ടം തികച്ചു വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ നിൻ്റെ സന്നദ്ധയിൽ പറയുവാൻ നിൻ്റെ മകളെ ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. താൻ ഏറ്റെടുത്തതായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ഏറ്റവും ശക്തമായ ആവിഷ്കാരങ്ങൾ ഈ ലോകത്തെ നൽകുവാൻ നിൻ്റെ മകളെ ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം. താൻ പ്രിയം വെച്ചതായിട്ടുള്ള കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ തക്കൊണ്ട് നിൻ്റെ മകളെ ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം. അതുകൊണ്ട് കർത്താവെ, നിൻ്റെ മകളെ സമാധാനത്തോടെ യാത്രയയപ്പാൻ ഞങ്ങളെല്ലാവരും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളിലും വ്യൂവിങ്ങിലും കർത്താവ് കൂടെ ഇരുന്ന് ബലപ്പെടുത്തണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഇപ്പോൾ കൂടിയിരിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ വന്ന പ്രിയപ്പെട്ട സെലിനാമ്മയെ കണ്ട് ഹോമേജ് പറയാനായിട്ടുള്ള സാവകാശമുണ്ട്. അതുകൊണ്ട് അതിനുള്ള സമയം ഇപ്പോൾ എടുക്കാവുന്നതാണ്. താങ്ക് യു.
Good evening, everyone. The choir will be singing a few songs right now. These songs will be displayed on the screen, and you are encouraged to sing along with the choir. During the singing session, you are welcome to come forward for the viewing and show your respect. Also, if anyone likes to share their thoughtful sentiments or memories about Mommy, you can do so by coming forward after choir finish singing a song. So choir will be singing one song right now.
As announced earlier, during the singing session, you are welcome to come forward for the viewing and show your respect.
At this time, I invite Mr. Tommy Kandathil Boban for the first reading. The first reading is taken from Matthew 26, verse 6 to 13. Jesus anointed in Bethany. While Jesus was in Bethany, in the home of a man known as Simon the leper, a woman came to him with an alabaster jar of very expensive perfume, which she poured on his head as he was reclining at the table. When the disciples saw this, they were indignant. "Why this waste?" they asked. "This perfume could have been sold at a high price and the money given to the poor." Aware of this, Jesus said to them, "Why are you bothering this woman? She has done a beautiful thing to me. The poor you will always have with you, but you will not always have me. When she poured this perfume on my body, she did it to prepare me for burial. I tell you the truth, wherever this gospel is preached throughout the world, what she has done will also be told in memory of her." Here ends the reading. Just another reminder, you are welcome to come forward for the viewing and show your respect while the choir is singing. Also, if anyone likes to share their thoughtful sentiments or memories about Mummy, you can do so by coming forward after choir finish singing a song. What a friend we have.
Now I invite Mr. C.V. Sakriya, uncle, to come forward and share a few words and memories about Mommy. Hello, my name is C.V. Sakraya. I was one of the oldest. I am one of the oldest member of the parish, Canadian Marthoma Church parish, and now I am the member of the St. Matthew's March Church member. I met Kunya, we call him Kunya, and Selinamma. They lived in Gulf in the late 70s. And in 1980, I lived in Milton, and I remember me and my family was the only Indian family in Milton in 1980. I meant not Indian, only the Malayali family in Milton. And Kunya and Selinamma. And we are as early settlers here in Canada. We were trying to find a place where we have to start our worship service. And gradually, along with Kunya and Selinamma, myself and few other members who are now in Canadian Marthoma Church members, started looking for a place and find out Trinity College Chapel by the Wycliffe College side. Since then, we were able to increase the member of the congregation, and the first vicar in charge at that time was Reverend George Jacob, who is now our beloved Givergis Theodosius Thirumeni. He came to Canada to study in the McMaster University in Hamilton. And Kunya and Selinamma have a close friendship with George Kapachan, and they and myself, since I was very close to Kunya and Selinamma at that time. We met several times and started for the formation of the congregation. And thanks God, we started the congregation in 1972, late 1972. Since then, the Marthoma congregation grew very fast, and now we have two parishes in Toronto area, Canadian Marthoma Church and St. Matthew's Marthoma Church. And Kunya and Selinamma, at that time,
our two girls, Susan and Sheena. And Shibu was at that time, he was studying in back Kerala. He came late, couple of years later. I don't know exactly when he came to Canada. Since then, we are a close friend. We have a close relationship with all these members of these Selinamma's families, and that kept still going on. And I met Jonathan that, he was in St. Thomas at that time. I met him too, and found out that Jonathan is a brother of Selinamma. So I am here standing with a deep regret that so many friends of my group at that time passed away from this world and gone to eternity. I hope they are in a good place now. Death is not the end of our life. We hope and believe that we have a real life in heaven after our death in our earth. So I hope that Selinamma also joined with her husband now and have a good time there, I hope. And I wish all the members of the Kunya and Selinamma's family, children and grandchildren, and all the other relatives, and we as family convey our condolences at this time. Thank you. Now choir will continue to sing. During the singing session, you are welcome to come forward for the viewing and show your respect. Amen.
Now I invite Tommy Abraham for the reading from the scripture. Today's reading is Mark chapter 9, verses 1 through till 13. His disciples answered, "But where in this remote place can anyone get enough bread to feed them?" "How many loaves do you have?" Jesus asked. 7, they replied. He told the crowd to sit down on the ground. When he had taken the 7 loaves and given thanks, he broke them and gave them to his disciples to set before the people. And they did so. They had a few small fish as well. He gave thanks for them also and told the disciples to distribute them. The people ate and were satisfied. Afterwards, the disciples picked up the 7 baskets of broken pieces that were left over. About 4,000 men were present, and having sent them away, he got into the boat with his disciples and went to the region of Dalmanuth. The Pharisees came and began to question him. To test him, they asked him for a sign from heaven. He sighed deeply and said, "Why does this generation ask for miraculous signs? I tell you the truth, no sign will be given it." Then he left them, got back into the boat, and crossed to the other side. Here ends the reading. Once again, you are encouraged to sing along with the choir while the songs are displayed. During the singing session, you are welcome to come forward for the viewing and show your respect. After the next song, I invite Mr. Sunny Molomotal to share a few words.
I now invite Mr. Sunny Mulamotal to share a few words. റെസ്പെക്റ്റഡ് അച്ഛൻ, സെലീനാമ്മയുടെ കുടുംബാംഗങ്ങളെ, വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, തികച്ചും അപ്രതീക്ഷിതമായ ഒരു സമയത്താണ് നമ്മൾ സെലീനാമ്മയുടെ വിയോഗത്തെക്കുറിച്ച് കേൾക്കാനിടയായത്. നാട്ടിലൊക്കെ പോയി, ക്രിസ്മസിന് മുൻപായിട്ട് നാട്ടിൽ പോയി. എന്നോട് ഷിബു പറഞ്ഞതനുസരിച്ച് നാട്ടിൽ ഏപ്രിൽ വരെ നിൽക്കാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. എന്നാൽ അവിടെ ചെന്ന് അസുഖം തോന്നിയത് നിമിത്തം തിരികെ വരാനായിട്ട് ഷീന പോയി തിരികെ കൊണ്ടുവന്നു. തിങ്കളാഴ്ച വന്നുവെന്ന് മനസ്സിലാക്കുന്നു. ബുധനാഴ്ച 2 ദിവസത്തിന് ശേഷം തികച്ചും അപ്രതീക്ഷിതമായിട്ട് നമ്മളിൽ നിന്ന് സെലീനാമ്മ നീക്കപ്പെട്ടു. കാണുമ്പോഴൊക്കെയും തികച്ചും സന്തോഷപ്രദമായ ഒരു മുഖഭാവം, എപ്പോഴും ഒരു പുഞ്ചിരിയോടുകൂടിയുള്ള ആ ഇടപെടലുകൾ, അത് നമ്മൾക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മിസ്റ്റർ P.K. John and Selinamma John, they were one of the early immigrants to this land from India. ഞാനിവിടെ 1977 വരുന്നു. അന്ന് വരുമ്പോൾ തന്നെ ഇവിടെ അതിനും കുറേ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ കുറച്ച് ഫാമിലി ഉള്ളായിരുന്നു. ആ കൂട്ടത്തിൽ ഒരു ഫാമിലി കുഞ്ഞെന്ന P.K. John, മിസ്റ്റർ P.K. John എന്ന് നമ്മളെല്ലാം വിളിക്കുന്നത് കുഞ്ഞെന്നായിരുന്നു. പുതിയ ആളുകൾക്കൊന്നും വലിയ പരിചയം കാണത്തില്ല, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. കുഞ്ഞും സെലീനാമ്മയും അവരുടെ ഗൾഫിൽ താമസിക്കുന്നു. ഗൾഫിലായിരുന്നെങ്കിലും ആ കാലത്ത് മർത്തോമ സർവീസ് നടക്കുമ്പോഴൊക്കെയും അവർ ഗൾഫിൽ നിന്ന് വരികയും, ഗൾഫിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് മാത്രമല്ല, ഹി വാസ് വൺ ഓഫ് ദ ലീഡർ. എവിടെയെങ്കിലും നോർത്ത് അമേരിക്കയിൽ ഒരു മർത്തോമാരെ അച്ഛൻ വന്നു എന്നറിഞ്ഞാൽ ആ അച്ഛനെ ഇവിടെ കൊണ്ടുവന്നൊരു സർവീസ് എടുപ്പിക്കാനായിട്ടൊക്കെ ഈസ് വൺ ഓഫ് ദ ലീഡിങ് മെമ്പേഴ്സ് അറ്റ് ദാറ്റ് ടൈം. വളരെ ഫ്യൂ ഫാമിലീസേ ഉള്ളായിരുന്നു ആ കാലത്ത്. അപ് ടു ദ ലേറ്റ് 70s ഓർ മിഡ് 80s വരെ ഒരു 75-80 ഫാമിലീസേ ഉള്ളായിരുന്നു കനേഡിയൻ മാർത്തോമ ചർച്ചിൽ. ഞങ്ങളെല്ലാം ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി പോലെയായിരുന്നു. എവരിബഡി നോസ് എവരിബഡി. ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി റിലേഷൻഷിപ്പ്. വി കെപ്റ്റ് ദാറ്റ് റിലേഷൻഷിപ്പ്. അങ്ങനെ അതിൽ ഓരോരുത്തരും ഇങ്ങനെ മാറ്റപ്പെടുമ്പോൾ തികച്ചും വിഷമമുണ്ട്. എന്നാൽ ദിസ് ഈസ് എ വേ ഓഫ് ലൈഫ്. ദിസ് ഈസ് എ ഫാക്ട് ഓഫ് ലൈഫ്. സെലീനമ്മയെക്കുറിച്ച് ഒരു ആശ്വാസപ്രദമായ ഒരു കാര്യമുള്ളത്, കിടന്ന് കഷ്ടപ്പെടാതെ പോയി. ബെഡിലൊന്നും അല്ലായിരുന്നു. തികച്ചും കഷ്ടപ്പെടാതെ മക്കളെല്ലാം അടുത്തുണ്ടായിരുന്നു, കൊച്ചുമക്കളെല്ലാം അടുത്തുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഭാഗ്യവതി, അതൊരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെ ഒരു ഭാഗ്യം ലഭിക്കാൻ സാധിച്ചു. ഞാൻ ഈ നാട്ടിൽ വന്നത് 77 വന്നപ്പോൾ ആദ്യമായിട്ട് ഒരു വീട്ടിലെ പ്രെയർ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യുന്നത് കുഞ്ഞിൻ്റെയും സെലീനാമ്മയുടെയും വീട്ടിൽ ഗൾഫിൽ വെച്ചാണ്. അന്ന് എനിക്ക് തോന്നുന്നില്ല ഷിബുവും ഷീനയും വന്ന് ഇവിടെ ഇല്ല. റോയും സൂസനും ഉണ്ട്. ഞാൻ വന്ന് ഏകദേശം വിതിൻ 2-3 വീക്സ് അന്നത്തെ കനേഡിയൻ മാർത്തോമ ചർച്ചിലെ മെമ്പർ എന്നെ വിളിച്ചു പറഞ്ഞു, ഇതുപോലൊരു പ്രെയർ മീറ്റിംഗ് ഉണ്ട്, സണ്ണി വരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ അവിടെ ജോലിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ചുമ്മാ വീട്ടിലിരിക്കുക. ഇറ്റ് വാസ് എ സാറ്റർഡേ ഈവനിങ്. സോ വി വെന്റ് ദെയർ. സോ അങ്ങനെ ഒരു ഭവനത്തിൽ ആദ്യമായിട്ട് ഞാൻ പോകുന്നത് ഈ സെലീനമ്മയുടെ വീട്ടിൽ വെച്ചാൽ. അന്ന് മുതൽ ഉള്ളതായ സ്നേഹബന്ധങ്ങൾ പള്ളിയിൽ വെച്ച് കാണുമ്പോൾ സംസാരിക്കുക, ഇടപെടുക. പിന്നൊരു പ്രാവശ്യം ഞാൻ ആ വീട്ടിൽ പോകാനിടയായത് കനേഡിയൻ മാർത്തോമ ചർച്ചിന് വേണ്ടി ഒരു പള്ളി വാങ്ങിക്കുന്ന സമയത്ത് സമീപ ഇടവകളിലൊക്കെയും കളക്ഷന് വേണ്ടി പോകുമായിരുന്നു. അങ്ങനെ ഞാനും കുഞ്ഞും മരിച്ചുപോയ ടിറ്റനും ജോസഫ് സക്കറിയ, ഞങ്ങൾ 3 കൂടാണ് ഡെട്രോയിറ്റ് മാർത്തോമ ചർച്ചിൽ പിരിവിന് വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഡെട്രോയിറ്റ് പോയി താമസിച്ചു. പിറ്റേ ദിവസം പള്ളി അറ്റൻഡ് ചെയ്തതിന് ശേഷം പിരിവുകളൊക്കെ നടത്തി. കുഞ്ഞിൻ്റെ ലീഡർഷിപ്പ്, അതുപോലെ എന്ത് പണ സംബന്ധമായ കാര്യങ്ങൾ, പണപ്പിരിവ് വന്നാലും കുഞ്ഞിനെയാണെന്ന് കനേഡിയൻ മാർത്തോമ ചർച്ച് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. ആരെ കണ്ടും പണപ്പിരിവിന് വേണ്ടിയുള്ള ഒരു കഴിവ് പുള്ളിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡെട്രോയിലും തിരികെ വരുന്ന സമയത്ത് ഞാനും കുഞ്ഞും ഡിറ്റിനും കൂടെ തിരികെ വന്നപ്പോൾ അവരുടെ ആദ്യം കുഞ്ഞിനെ ഇറക്കാനായിട്ട് ഗൾഫിൽ പോയി. ഗൾഫിൽ ഞങ്ങൾ വന്നപ്പോഴത്തേന് സെലീനമ്മ ഞങ്ങൾക്ക് വേണ്ടി സപ്പർ, നല്ല വിഭവസമൃദ്ധമായ ഒരു സപ്പറൊക്കെ ഒരുക്കി വെച്ചിരുന്നു. അങ്ങനെ രണ്ടാമതും ആ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുന്നതിനും അവരുടെ
ഹോസ്പിറ്റാലിറ്റി എൻജോയ് ചെയ്യുന്നതിനൊക്കെ ഒരു സാധ്യത എനിക്കുണ്ടായി. അന്ന് മുതൽ ഇങ്ങനെ സെലിനാമ്മയും കുഞ്ഞും കണ്ണീർ മാർത്തോമ്മ ചർച്ചായിരുന്നുണ്ടായിരുന്നത്. പള്ളിയിൽ വന്നാൽ ഞാൻ അവിടെ ട്രസ്റ്റി ആയിരിക്കുന്ന കാലത്തൊക്കെ കുഞ്ഞെന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ട്രസ്റ്റീസ് മണി മാനേജ് മാത്രമല്ല മണി പിരിക്കുകയും ചെയ്യണമായിരുന്നു. ഞാൻ പറഞ്ഞില്ലോ 70-80 വീട്ടുകാരെ ഉള്ളായിരുന്നു. പണസംബന്ധമായിട്ടൊക്കെ വളരെ പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്ന സിറ്റുവേഷനിലേക്ക് കുഞ്ഞ് ആണ് അത് മനസ്സിലാക്കി എന്നോട് ചോദിക്കും, അച്ഛന് ശമ്പളം കൊടുക്കാൻ പൈസ ഉണ്ടോ? ഹി എൻകറേജ് അതർ പീപ്പിൾ ടു കോൺട്രിബ്യൂട്ട് സോ ദാറ്റ് ദ ട്രസ്റ്റീസ് ജോബ് വിൽ ബി ഈസിയർ. അങ്ങനെ വളരെ ഹെൽപ്ഫുള്ളായിട്ടൊരു വ്യക്തി ആ ഒരു കുടുംബം. ജോണിച്ചൻ, ഐ നോ യു ലോസ്റ്റ് യുവർ സിസ്റ്റർ. ഒരു സിബ്ലിങ് ലൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി ടു ടേക്ക് ഇറ്റ്. ബട്ട് സർവശക്തനായ ദൈവം നിങ്ങൾക്ക് പ്രത്യാശ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ മക്കൾ ഷിബു, സൂസൻ, ഷീന, പിന്നെ ജിൻസി, റോയി, ചെറിയാൻ, നിങ്ങളോടെല്ലാം നിങ്ങൾക്ക് കൊച്ചുമക്കൾ നിങ്ങൾക്കെല്ലാം ദൈവമായ കർത്താവ് ആശ്വാസവും സമാധാനവും നൽകട്ടെന്ന് പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കൂടി വന്ന ജനങ്ങൾക്കൊക്കെയും ഇതുപോലെ പ്രയാസമുള്ള വ്യക്തികളുണ്ട്, അവർക്കും ആശ്വാസം നൽകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കാനുള്ള ശുശ്രൂഷകളിലൊക്കെയും ദൈവകൃപ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെയും സംഭവിക്കുമ്പോൾ വിഷമമുണ്ട്. എന്നാൽ സുരക്ഷിതനായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ആശ്വാസവും സമാധാനവും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. Now the choir will continue to sing. The next song is a very familiar tune and I'm sure everyone knows this. This is one of the favorites of Mummy and also the family. I ask everyone to sing along with the choir. During the singing session, you're welcome to come forward for the viewing and show your respect. She
I now invite Dr. Shaji Joseph to share a few words. സമാധാനത്തിൻ്റെ മക്കൾക്കായുള്ള നല്ല അവകാശത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട അമ്മാമ്മയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളോടുള്ള സ്നേഹവും അനുശോചന ഈ സമയത്ത് അറിയിക്കുകയാണ്. ഞാനിവിടെ വന്ന കാലം മുതൽ തന്നെ ഒരു മകനെ പോലെ ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത ഒരു പ്രിയപ്പെട്ട മാതാവാണ്. എൻ്റെ ഫാദറും ചങ്ങനാശ്ശേരി ആയതുകൊണ്ട് മാമയും ചങ്ങനാശ്ശേരിക്കാരി ആയതുകൊണ്ട് ഒരു പ്രത്യേക വാത്സല്യം ഞങ്ങളോടുണ്ടായിരുന്നു. അവരുടെ മക്കളും അതുപോലെ തന്നെ എപ്പോഴും പ്രസന്നബദ്ധരായിട്ട് കാണുവാനായിട്ടും എല്ലാവരെയും സ്നേഹിക്കുവാനുമായിട്ടും അമ്മാമ്മയിൽ കൂടെ അവർക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള ആ വലിയ കഴിവുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് ഇടതു മിഷൻ്റെ കോൺഫറൻസൊക്കെ നടന്നതായിട്ടുള്ള സമയത്ത് അമ്മാമ്മ നൽകിയതായിരിക്കുന്ന കൈത്താങ്ങലുകളെ എല്ലാം ഞാൻ സ്നേഹത്തോടെ ഈ സമയത്ത് ഓർക്കുക. അതിൻ്റെ എല്ലാം പേരിൽ ഞാൻ വീട്ടുകാരോടൊക്കെയുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഞാൻ നല്ല പോർപ്പൊരുതി ഓട്ടം തികച്ചു. നീതിയുടെ കിരീടത്തിൽ എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നുള്ള വാക്കുകൾ അർത്ഥമാകുന്നത് ഇപ്രകാരമുള്ള ധന്യമായ ജീവിതങ്ങളെ ഓർത്താണ്. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. താങ്ക് യു. I now invite Anu Philip for the scripture reading. The third reading is taken from Romans 8, verses 26 to 34. Verses 26 to 34. In the same way, the Spirit helps us in our weakness. We do not know what we ought to pray for, but the Spirit himself intercedes for us with groans that words cannot express. And he who searches our hearts knows the mind of the Spirit, because the Spirit intercedes for the saints in accordance with God's will. And we know that in all things God works for the good of those who love him, who have been called according to his purpose. For those God foreknew, he also predestined to be conformed to the likeness of his Son, that he might be the firstborn among many brothers. And those he predestined, he also called. Those he called, he also justified. Those he justified, he also glorified. What then shall we say in response to this? If God is for us, who can be against us? He who did not spare his own Son, but gave him up for us all, how will he not also, along with him, graciously give us all things? Those who will bring any charge against those whom God has chosen. It is God who justifies. Who is he that condemns? Christ Jesus, who died, more than that, who was raised to life, is at the right hand of God and is also interceding for us. There ends the third lesson. The choir will continue to sing. You are welcome to come forward for the viewing and show your respect while the choir is singing. Vishwasa
Good evening, everyone. Just like everyone else here, we are still in shock. It was just before Mummy went to Kerala that we saw her last. In fact, it was at this church for the Sunday service that she attended. And just before she left, we saw each other, and she was really looking forward to going to Kerala. The day before her departure, we called her and spoke over the phone. Just like us all, she also had a cell phone where we could call her personally and talk to her. We knew Mummy since 1990. Through Shibu marrying our younger sister Jinsi, we became a family. Just like Mummy loved her 3 children, we also become her children. Hence, we started calling her Mummy. Mummy had many good qualities in her life. She was a person of God. Whether it was here in Canada or in Kerala, Sunday was a day she looked forward to attending church and worship. At this house of worship, we meet almost every week. After the service, we could always find her in the fellowship hall, speaking with friends and families. I'm sure you all know how active she was with the senior fellowship. With her involvement with the church and community, she also instilled this in her children and others around her. Mummy was a kind-hearted and helping person. താണവരെയും നിസ്സഹായരെയും സഹായിക്കുവാൻ വളരെ സന്മനസ് കാണിക്കുന്ന ഒരു വ്യക്തി. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ അവരെ താങ്ങി നടത്താൻ ഒരു മടിയും കാണിക്കില്ല. അതുപോലെ തന്നെ ആതിഥ്യ മര്യാദ നല്ലതുപോലെ അറിയാവുന്ന ഒരു വ്യക്തി. ഇവിടെ ആയിരുന്നാലും നാട്ടിലായിരുന്നാലും ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിൽ വരുന്നവരെ സ്വീകരിക്കുകയും അവരെ അതിനനുസരിച്ച് സൽക്കരിക്കുകയും ചെയ്യുമായിരുന്നു. When we visited Kerala every year, we always made sure to visit Mummy at her Changanasheri house. She was so happy to see us, and she made sure we had something to eat and drink before we left her house. അതുപോലെ തന്നെ മറ്റുള്ളവരോട് എങ്ങനെ ഇടപെടണമെന്ന് നന്നായി അറിയാവുന്ന ഒരാളാണ് മമ്മി. അതിനൊരു പ്രത്യേക നാക്ക് മമ്മിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിൽ പോകുമ്പോൾ she never had any issue with finding help. There were many people there to support her as well. When we heard that Mummy was admitted in the hospital and she was in the ICU, we were concerned about her. We were in touch with Sheena and Jinsi, getting the updates. Subsequently, Sheena went to Kerala to be with Mummy and spent 3 weeks there. We were in touch with Sheena while she was in Kerala, and Sheena updated us on Mummy's progress. Sheena also told us Mummy is okay to travel and she will be coming home. I communicated with Sheena by text while she was in flight after leaving Dubai. Sheena told me Mummy is okay, just a bit discomfort since she has to travel for this long. On Tuesday, I spoke to Mummy over the phone and asked her how she is. She told me she's okay, but due to the long journey, she's tired. We chatted for a few minutes, and Mummy told me about her few days that she spent at the hospital ICU as well. I told Mummy we will come and visit her over the weekend, and we said our goodbyes. That was the last time we spoke. I guess it is so true that time waits for no man. ഇനിയും ആ പ്രത്യാശയുടെ തീരത്ത് നമുക്ക് വീണ്ടും കാണാമെന്നുള്ള വിശ്വാസം ഈ സമയത്ത് ഇവിടെയുള്ള ഞങ്ങൾ ഞങ്ങളുടെയും നാട്ടിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുടെയും അനുശോചനം ഞങ്ങൾ അറിയിക്കുന്നു. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ദൈവം തമ്പുരാൻ ഈ മക്കളെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
I now invite Mummy's grandchild, Cynthia, to share a few words and also say a few words from the memories. This was very last minute, but I can't believe my son Selinamma is gone. I will always cherish all the memories that me, Tasha, and all of us have shared with her over these 8 years. She had such strong Christian values, and she didn't force us to do it, but because we heard it and we saw it every morning when she would pray, we would hear her songs and her prayers for hours in the morning and before she went to bed, and it really will instill in us forever. She was a beautiful person inside and out, and we all only had good things to say about her. I'm so happy that we all got to spend so much time with her over these last years. Her values and everything about her we'll always remember because we see it between the three of you, Bushi, Selinamma, and Mom. You guys have a piece of her in you guys all, her personality, her looks, her heart, and we'll always get to have a piece of her through you guys. It was such a shock for us all, and we weren't expecting it, but she lived a great, long life, 83 years. She got to be with us all. She came home just to pass, and that's what I believe. She literally came home just to see us all, to make sure that, we're all here, we're all together. And she passed 2 days after arriving back to Canada. We all got a chance to see her and say hi to her and talk to her when she landed. And I just remember when I found out Tasha and I were in San Francisco. We actually left on Tuesday night for San Francisco.
And the night before, on Tuesday, we came home and Amachi was like, oh, I've been waiting for you guys. Like, I want to stay up and wait for you guys just to say bye. And even at 3 o'clock when we were leaving for the airport, we were joking with her, and we got to say bye, Amachi. Like, we'll see you on Sunday. We'll see you on Sunday, Amachi. And then within a couple hours, we got a phone call when we just landed in San Francisco that Amachi's not with us anymore. And that was the hardest thing because we were in a whole other country and we just left. And I remember thinking, I'm so angry at God. Why did this have to happen now? Everyone says he has good timing, but this wasn't good timing. I remember thinking at that time. And now stepping back, it was the perfect timing. She didn't suffer. She came home with all her kids, her grandkids. It was the perfect timing. And I'm so happy that we didn't have to see her suffer, or, she was peaceful, she passed in her sleep, and there's nothing more that we can ever ask for. I'm sad that I'll never be able to hug her again, because she had the best hugs ever. And I'm sad that I'll never be able to fight with her again, because we used to fight all the time, Michi. She loved fighting with me. I'm happy that she saw me come out of my rebellious phase, my red hair, piercings everywhere. I feel like she now sees all of us grandkids, and she knows we're okay, and she knows that we're all together, and I think she just needed to hear that and see that, and she was able to pass. She'll always be in our hearts, our Sundari Amaji. I now invite Mala to share a few words. Hello, everyone. Sorry, this is very on the fly. Shinichichi just asked me 5 minutes ago. I know many of you here, many of you may not know me. I'm going to give you a different perspective of Selimenti, my beloved Selimenti. I was very, very young when I first met her. She, as Shibuchayan said, it's true. She was mummy to everybody that she met. She loved everybody. Her kindness, her compassion, her faith sustained her through so many difficult times in her life. I guess I should start. I'm part of the original Guelph gang. Kunyanko, Selimenti, Raman Uncle, Jaljanti, there was a few of them that were great friends, and one of my earliest memories is Shinichichi with her long hair, Sajmochichi and Roichayan just newly married, Shibuchayan playing tennis, and Kunyanko and Selimenti hosting the most amazing parties where people were up at all hours of the night. And I will tell you, Selimenti was quite the card player. I still remember falling asleep and listening to Endarapa and then the slam of cards and Kunyanko going off on a tangent. She's going to be very, very dearly missed by so many people. Her love just spread to everybody and encompassed everyone in the big, giant hug. There wasn't a day that I didn't see her that she would remind me that when I was in India, I would made an effort to call her and that she remembered that. And then she'd always ask me, she was an amazing human being. And I have to concur with Sin. There's a bit of her in everybody, the kindness, the compassion, the faith, and the goodness of humanity that she had in everybody she saw. She knew there was always a good point to everybody. But I know even though she's physically gone now, she will live on in the hearts and the memories of so many people in India, here, and all over the world, because she has touched so many people. But I stand right up here and I look through the front row and the second row, and I look at
Shibuchayan, Sajimochichi, Shinchichi, and all her grandkids, and I see her looking right back at me through their tears, smiling, spreading their love, comforting others, even though their pain is so great. She was a woman of faith. She was a woman of friendship. She was a woman of love. And there is a little bit of earth that has gone to heaven and is waiting for all of us. As she watches down right now, and she's probably thinking, so I've known her for almost 40 years. As a little kid, growing up, as a teenager. And I was in Walmart when I got the news. And I just, like everybody else, it was a shock. I thought she'd gotten through the hospital bit and life was going to be better. And I was planning on having a big party. And she told me the next time I had a big party that I had to invite her because she said she wanted to make sure I didn't poison anybody with my cooking. But so many wonderful memories of such a wonderful lady. And if you had at all a chance to know her in person, you would know that right now if she was with us, she would say, "Don't cry and think of me in tears. Smile. We had great moments together. Remember the love that we have for each other, the wonderful memories we created together. Think of me with love and happiness, never with sadness and tears." Salamanti, you will be very, very dearly missed. We're all heartbroken, but we know that you've gone on to a better place, and we know that your love lives within us always, just as much as we will always love and remember you. Thank you. The choir will continue to sing. You are encouraged to sing along with the choir. Once again, just another reminder, you're welcome to come forward for the viewing and show your respect while the choir is singing. Thank you.
I now invite Naveen John to read from the scripture. The last reading is taken from John chapter 14, verses 1 to 21. John chapter 14, verses 1 to 21. Do not let your hearts be troubled. Trust in God. Trust also in me. In my Father's house there are many rooms. If it were not so, I would not have told you. I am going there to prepare a place for you. And if I go and prepare a place for you, I will come back and take you to be with me, that you also may be where I am. You know the way to the place where I am going. Thomas said to him, Lord, we do not know where you are going, so how can we know the way? Jesus answered, I am the way, the truth, and the life. No one comes to the Father except through me. If you really knew me, you would know my Father as well. From now on, you do know him and have seen him. Philip said, Lord, show us the Father, that we will be enough for us. Jesus answered, Don't you know me, Philip, even after I have been among you such a long time? Anyone who has seen me has seen the Father. How can you say, Show us the Father? Don't you believe that I am the Father, and that the Father is in me? The words I say to you, you are not just my own. Rather, it is the Father living in me, who is doing his work. Believe me when I say that I am in the Father, and the Father is in me, or at least believe on the evidence of the miracles themselves. I tell you the truth. Anyone who has faith in me will do what I have been doing. He will do even greater things than these, because I am going to the Father, and I will do whatever you ask in my name, so that the Son may bring glory to the Father. You may ask me for anything in my name, and I will do it. If you love me, you will obey what I command, and I will ask the Father, and he will give you another counselor to be with you forever, the Spirit of truth. The world cannot accept him, because it neither sees him nor knows him. But you know him, for he lives with you and will be in you. I will not leave you as orphans. I will come to you. Before long, the Lord will not see me anymore, but you will see me. Because I live, you also will live. On that day, you will realize that I am in my Father, and you are in me, and I am in you. Whoever has my commands and obeys them, he is the one who loves me. He who loves me will be loved by my Father, and I too will love him and show myself to him. Here ends the reading.
I now invite Mr. Stephen Lucas to come forward and share his thoughtful sentiments and memory. It is with great sadness and a heavy heart that I am standing here. Those who don't know me, my name is Stephen Lucas. I am the brother-in-law of Thomas Cherian, Moni, and Sheena. We meet several people in our journey of life, but Selina Kochama made a lasting impact in many people's lives. I know this family for almost 35 years since my wife's brother is when he got married to Sheena. We had a great association with this family, wonderful family. We had many memories. From Montreal to Toronto, we had so much memories to cover. It may take a long time, so I'm making it short. We met late Mr. P.K. John and I call her Selinamma, I call her Kochama, and family in 1984. We had a memorable and enjoyable time together. Our children still remember Kochama's loving and caring nature. She always greeted with a smile and enjoyed her hospitality. The last time we met her about end of November in the corridor of this church right here. We said bye to her and we said we will see her soon. But we never thought that it was the last time we are going to say bye to her. You know. We came to know from their grandchildren, Kochama was a woman of prayer and never missed a day without spending time with the Lord. Both Achayan and I called Mr. P.K. John Achayan and Kochama Selinamma played a very important role in building up the Marthoma Church in Toronto. Her compassion towards the poor and the needy is commendable. I came to know that there are so many such people back in Changanasheri were impacted by her love and affection. Kochama is blessed with loving and caring children, grandchildren, and a great granddaughter. And also her children Shibu and Jinsi, Roy and Susan, and Moni and Sheena, and her loving brother Jonathan and Susan and family. And all their children were so close to her heart. Finally, I'm quoting from Proverbs about a noble woman. A woman who fears the Lord is to be praised.
Kochama, we will miss you, but we have that precious hope that we will meet again in the presence of the Lord. Kochama fought a good fight, finished the race, and kept the faith. And everybody has a purpose in this life to do the will of God. I'm sure that she did the will of God and entered into God's rest. In Malayalam we say it, Deivathinte swasthadayil praveshichu. And also I want to ask all of you to pray for God's presence and grace today and especially tomorrow's service. Thank you. Choir will sing another hymn, a Malayalam song, Epporum Njan Sandoshikum. Please sing along with the choir, and during the singing session you are welcome to come forward for the viewing and show your respect.
Next is another English song we'll be singing. Again, you're encouraged to come forward for the viewing.
Now, the choir will sing one more song, and after, Achan will start the first part of the funeral service. If anyone wishes to view and pay his or her respect, you are encouraged to do so during the singing session. Once the service starts, please refrain from the viewing. Tomorrow, the viewing and funeral service will start at 10 a.m. at this sanctuary. ഫ്യൂണറൽ സർവീസിൻ്റെ ഓർഡർ ഓഫ് സർവീസ് അവിടെയായിട്ട് ബുക്കുകൾ വെച്ചിട്ടുണ്ട്. റെസ്പോൺസീവായിട്ടുള്ളത് നിങ്ങൾ വായിക്കണമെന്ന് അപേക്ഷിക്കുന്നു.
പ്രിയ സെലീനാമ്മ ആൻറ്റിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ ആദ്യത്തെ ഭാഗം ആരംഭിക്കുകയാണ്. ശുശ്രൂഷയ്ക്ക് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പങ്കെടുക്കണം. ഭവനാംഗങ്ങൾക്ക് എല്ലാവർക്കും ഇരുന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്താൽ മതിയാവും എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ബാക്കിയുള്ളവർ സ്റ്റാൻഡിങ് പൊസിഷനിൽ ആരാധനയ്ക്ക് പങ്കെടുക്കാം. എല്ലാവർക്കും എഴുന്നേൽക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, രാജ്യം പറയണമേ, നിന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം നിങ്ങൾക്ക് അറിയണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടണമേ. ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പന ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ ഇഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ മകളുടെ സംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നതയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഈ ആയുസ്സിൻ്റെ അനിത്യതയെക്കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യായുസ്സിനെക്കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിനും യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. ആയതിപ്പോഴല്ല ഇപ്പോഴും തന്നെ. ജാതികളെ, നിങ്ങളെല്ലാവരും ഇതിനെ കേൾപ്പീൻ. സകല ഭൂവാസികളുമായുള്ള ഒരേ ചെവിക്കൊള്ളുവേൻ. ഭൂവാസികളും മനുഷ്യരും ധനവാന്മാരും ദരിദ്രന്മാരും കൂടെ തന്നെ. എന്തെന്നാൽ മനുഷ്യൻ ഒരു സ്വരൂപത്തിൽ നടക്കുന്നു, അവൻ പുക പോലെ മാഞ്ഞു പോകുന്നു. അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു, ആർക്കായി അവയെ ശേഖരിക്കുന്നു എന്ന് അവൻ അറിയുന്നില്ല. എന്റെ പാപങ്ങൾ നിമിത്തമുള്ള ശാസനയാൽ ഞാൻ ക്ഷയിച്ചുപോയി. നീ മനുഷ്യനെ ശിക്ഷിച്ചു, അവന്റെ ആഗ്രഹങ്ങളെ വൈക്കാൽ പോലെ നീ നീക്കിക്കളഞ്ഞു. സകല മനുഷ്യരും ആകുപോലെയാകുന്നു. കണ്ടാലും നീ മരിച്ചവർക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നുവോ? ബലവാന്മാർ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുമോ? ഇരുട്ടിൽ നിന്റെ അത്ഭുതവും മറന്നുപോയ ദേശത്ത് നിന്റെ നീതിയും അറിയപ്പെടുമോ? ജീവിച്ചിരുന്ന മരണം കാണാതിരിക്കുകയും പാതാളത്തിന് വേണ്ടി പ്രാണനെ വിടുകയും ചെയ്യുന്ന മനുഷ്യനാരുള്ളൂ. നീ മനുഷ്യനെ എളിമേലേക്ക് തിരിമാറാക്കി മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേൻ എന്നും അരുളി ചെയ്തു. മനുഷ്യൻ പുകയ്ക്ക് സദൃശ്യമാകുന്നു,
അവന്റെ ദിവസങ്ങൾ നിഴൽ പോലെ കടന്നു പോകുന്നു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് തക്കവണ്ണം നമ്മോട് ചെയ്തിട്ടില്ല, നമ്മുടെ അന്യായങ്ങൾക്ക് നമ്മളോട് പോലും ചെയ്തിട്ടുമില്ല. എന്തെന്നാൽ അവൻ നമ്മുടെ മനസ്സിനെ അറിയുന്നു, നാം മണ്ണാകുന്നു എന്ന് അവൻ ഓർത്തിരിക്കുന്നു. മനുഷ്യന്റെ ദിവസങ്ങൾ പുല്ലുപോലെയാകുന്നു, വയലിലെ പുഷ്പം പോലെ അവൻ മുളയ്ക്കുന്നു. എന്തെന്നാൽ കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം അറിയപ്പെടുന്നുമില്ല. കർത്താവിന്റെ കൃപ അവന്റെ ഭക്തന്മാരുടെ മേലും അവന്റെ നീതിയുള്ള മക്കൾക്കും ഉണ്ടാവും. മരിച്ചവരും ഇരുട്ടിലേക്ക് ഇറങ്ങുന്നവരുമായ ആരും കർത്താവിനെ സ്തുതിക്കുന്നില്ല. നാമോ കർത്താവിനെ വാഴ്ത്തും. ദൈവമേ സ്തുതിയോഗ്യമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. മൺമയനായ രാമൻ മക്കൾക്കോ പുനരുത്ഥാന വാഗ്ദാനം തൻ കൃപയാലേ ജീവനുള്ള നിൻ മരണത്തെ ഞങ്ങൾ വാനേച്ചിടുന്നു. നിന്റെ പുനരുത്ഥാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ആദാമിനുടെ സോദരായ മനുഷ്യരെല്ലാവരുടെയും ജീവമരണങ്ങളിന്മേലോ നിൻ പ്രത്യക്ഷതയുടെ വലുതാ ദിവസത്തിൽ നീ അടിയാരേ ഉന്നതരാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾ ഞാടിൻ്റെ തിരുമുൻപാകെ നേടുമേ തൃത്വരഹസ്യമായുള്ള പിതൃപുത്രാത്മാക്കൾക്കെന്നു സ്തുതിയും വന്ദനവും പുകഴും ഉന്നതിയും കരുണയുള്ളവനും കൃപയുള്ളവനുമായ ദൈവമേ, നിന്നെ ഞങ്ങൾ അഭയം പ്രാപിച്ച് ഞങ്ങൾക്ക് നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകലർക്കും വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല അശുദ്ധിയിൽ നിന്നും ഞങ്ങൾ വെടിപ്പുള്ളവരായി തീരുവാനും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, നിന്റെ തിരുസനിലുള്ള കുറ്റമറ്റ നിലയ്ക്ക് നിന്റെ രാജ്യത്തിലെ നിത്യസന്തോഷത്തിനും ഞങ്ങൾ യോഗ്യരായി തീരുവാനും ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. ആയതിപ്പോഴല്ല ഇപ്പോഴും തന്നെ. കർത്താവേ, നിങ്ങളിലേക്ക് ഞാൻ എൻ്റെ മനസ്സുയർത്തി. എൻ്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുതേ. അന്യായക്കാത്തങ്ങളുമായ ലജ്ജിക്കും. കർത്താവേ, നിന്റെ വഴികൾ എന്നെ കാണിക്കണമേ. ബാറക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും നിരന്തരം കരേറ്റുവാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിക്കുന്നവരെ ഉയർത്തുന്നേൽപ്പിച്ചവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തൻ്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മശിഹാ തമ്പുരാന് തൻ്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. ഹോശോ ബവക്കുൽ സുബാലവൽ മേൽ. ദൈവമായ കർത്താവേ, ഇല്ലായ്മ
ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും നിർമ്മിച്ച് ഉണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു. രാജകീയമായ അവസ്ഥ കൊണ്ട് അവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പന ലംഘനത്തിൽ അകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകല ആശ്വാസത്തിൻ്റെയും ദൈവവുമേ, അവനെ വഴിതെറ്റിയവനായി അശേഷം തള്ളിക്കളയാതെ സർവ്വലോകത്തിൻ്റെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ച് അവൻ്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ മാതാവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചു കൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതികാരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യം അവകാശമായി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങൾ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ എത്രയും സത്യമുള്ളവയാകുന്നു എന്ന് ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസായി ഏറ്റവളും ദൈവികമായ ശുശ്രൂഷകൾ സംബന്ധിച്ചവളും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവളുമായ ഈ ഞങ്ങളുടെ മാതാവ് ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് ഈ മാതാവ് സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുമുള്ള പ്രത്യാശയോട് ഈ നിന്റെ ദാസിയുടെ വേർപാടിൽ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വകരവുമായി പ്രത്യാശിക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സലിവുള്ള ദൈവമേ, ഈ മാതാവിന്റെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി മാതാവിന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബഹുത്വത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളയണമേ. ആകുല ചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലം കൈ കൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയെങ്കിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസവും ആശ്രയം കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ടും ഇവരെ സന്തുഷ്ടമുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവന് നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുമുള്ള പുറപ്പാടിന് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഏകപുത്രൻ പരിശുദ്ധവായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാറാകണമേ. ഉയർപ്പും ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിപ്പിക്കുമെന്നും ജീവിച്ചിരുന്ന തന്നിൽ വിശ്വസിക്കുന്നവരത്തിനും ഒരു നാളും മരിക്കയില്ലെന്നും അരുളി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസ്സിനെ വിട്ടു പിരിഞ്ഞവരായ നിന്റെ ദാസിദാസന്മാരെ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ പുകഴ്ത്തുന്നു. കർത്താവെ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിന് അനുഭവക്കാരായി തീരത്തക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടർന്ന് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരയേറ്റുവാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ.
ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. എന്റെ സഹോദരരെ, ഇന്ന് നാം എവിടെയാകുന്നു എന്നും നാളെ നാം എവിടെയായിരിക്കുമെന്നും ഓർത്തുകൊള്ളുവേൻ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായിത്തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരരെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലതും അഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നു എന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവേൻ. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും പുനരുത്ഥാനത്തിങ്കൽ അവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ പുനരുത്ഥാനം അടുത്തിരിക്കുന്നു. നിങ്ങളുടെ ശരീരങ്ങളുടെ നാശത്തെക്കുറിച്ച് നിങ്ങൾ ദുഃഖിക്കേണ്ട. നിങ്ങളെ സൃഷ്ടിക്കുകയും അലങ്കരിക്കുകയും ചെയ്തവൻ നിങ്ങളുടെ ശരീരങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തികൾക്ക് തക്കവണ്ണം നീതിയോട് പ്രതിഫലം കൊടുക്കുകയും ചെയ്യുന്നു. ഓ മരിച്ചവരെ, പുനർജീവൻ അടുത്തല്ലോ. ദുഃഖിക്കേണ്ട, ദേഹനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ചോൻ ദേഹത്തെ ഉയർപ്പിച്ച പ്രവർത്തിക്കൊത്തപ്പോ നീതിയായി ഫലമേകും. മരിച്ചവരിടയിൽ നീ താഴ്ത്തപ്പെട്ടല്ലോ. പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമേൻ സുതരെ നീ ഉയർപ്പിപ്പാനെത്തുമ്പോൾ നിന്നിൽ വിശ്വസിച്ചവരാ അടിയാരെയും ഉയർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവേ, നിന്നെ ഞങ്ങൾ നോക്കി വിളിക്കുന്നു. ഞങ്ങളുടെ സഹായത്തിനായി വരേണമേ. ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ പുത്ര, അഴിവില്ലാത്ത രാജ്യത്തിങ്കൽ നീതിമാന്മാരുടെ ഇടയിൽ വിശുദ്ധന്മാരോടുകൂടെ നിന്റെ അടിയാരായ ഞങ്ങളെയും ആശ്വസിപ്പിക്കണമേ. പുനരുത്ഥാന ദിവസത്തിൽ മരിച്ചവരെ അവരുടെ കബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് അവരെ മഹത്വത്തിന്റെ വെള്ളനിലയെങ്കിൽ ധരിപ്പിക്കുന്നവനായുള്ളോവേ, നിനക്ക് സ്തുതി. മണ്ണിൽ നിന്ന് ആദാമിനെ മെനഞ്ഞുണ്ടാക്കിയ പിതാവിന് സ്തുതിയും, കുരിശിലെ കഷ്ടാനുഭവങ്ങളാൽ അവനെ വീണ്ടെടുത്ത പുത്രന് വന്ദനവും, അവസാനത്തിൽ എഴുന്നള്ളി അവനെ ഉയർപ്പിക്കുകയും പുനരുത്ഥാന നാളിൽ അവനെയും അവന്റെ സന്താനങ്ങളെയും മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന റൂഹായിക്ക് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ദൈവമേ, ഞങ്ങളോട് നീ ഉത്തരമരുളി ചെയ്യണമേ. ദൈവമേ, ഞങ്ങളോട് നീ ഉത്തരമരുളി ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മനുഷ്യരുടെ ഹൃദയങ്ങളെ അനുതാപത്തിലേക്ക് തിരിക്കുകയും ചെയ്യണമേ. ഈസോൻ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമരുളി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങൾ ശരണവുമേ, നിനക്ക് സ്തുതി. പാറയ്ക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കരുണ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ ദോഷങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദോഷനിഷ്ഠൂരണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം.
ജീവൻ്റെയും മരണത്തിൻ്റെയും മേലധികാരമുള്ള ദൈവമേ, സ്വർഗസ്വപിതാവേ, ശ്രേഷ്ഠമായ ഈ സന്ധ്യയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് ഇന്ന് ദേവാലയത്തിൽ വന്ന് പ്രിയപ്പെട്ട സെലീനാമ്മ ആൻ്റിയുടെ ജീവിതത്തെ ഓർത്ത് നന്ദി പറയുവാനും സ്തോത്രം കരയേറ്റുവാനും തമ്പുരാൻ ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം. 83 വർഷക്കാലം ഈ ലോകത്തിൽ ഏറ്റവും ഗുണപരമായി ജീവിച്ച് അങ്ങയുടെ സമയമായപ്പോൾ അങ്ങയുടെ സ്വർഗീയമായ അനുഭവത്തിലേക്ക് നിൻ്റെ മകളെ വിളിച്ചു ചേർത്ത വലിയ കരുണയ്ക്കായി സ്തോത്രം. ഏറ്റവും ഭാഗ്യാവസ്ഥയിലുള്ള മരണം അനുഭവിപ്പാൻ നിൻ്റെ മകളെ ഇടയാക്കിയല്ലോ. ഈ ലോകത്തിൽ കഷ്ടതകളും വേദനകളും പങ്കപ്പാടുകളും ദുരിതങ്ങളുമുള്ള ലോകത്തിൽ നിന്ന് ശാശ്വതമായ ഉന്നതമായ ദൈവികമായ ലോകത്തിലേക്ക് നിൻ്റെ മകളെ മാറ്റിയതായിട്ടുള്ള കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളിൽ നിന്ന് വേർപെടുന്നവരും ഞങ്ങളിൽ നിന്ന് മരണം വഴിയായി കടന്നു പോകുന്നവരും നിത്യമായ അന്തത്തിലേക്കും ശവക്കുഴിയിലേക്കും അല്ല പോകുന്നത് എന്നുള്ള വലിയ വിശ്വാസവും പ്രത്യാശയും ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മധ്യാകാശത്തിൽ അങ്ങയുടെ രണ്ടാമത്തെ വരവെങ്കിൽ അന്ന് വെളിപ്പെടുമ്പോൾ കല്ലറയിൽ ഉറങ്ങുന്നവരും ജീവിച്ചിരിക്കുന്നവരും അങ്ങയെ കാണുവാൻ എടുക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അത് നിൻ്റെ രണ്ടാമത്തെ വരവാണെന്ന് തിരിച്ചറിയുവാൻ, ആ വരവെങ്കിൽ ഞങ്ങൾക്കെല്ലാവർക്കും പുതിയ ജീവനുണ്ടെന്ന് മനസ്സിലാക്കുവാൻ കർത്താവെ ഈ മരണം വഴിയായി ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും ഇതുപോലെ ഒരു മരണമുണ്ടെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. നിൻ്റെ പൈതങ്ങളെ നീ ആശ്വസിപ്പിക്കുകയും സ്വർഗീയമായ സമാധാനം കൊണ്ട് ഏറിയതായിട്ടുള്ള കൃപ കൊണ്ട് നിൻ്റെ മക്കളെ നിറയ്ക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾ വേർപെടുമ്പോൾ അത് ദുരിതത്തിൻ്റെയും വേദനയുടെയും കണ്ണുനീരിൻ്റെയും അനുഭവമാണ് എന്ന് പലപ്പോഴും ഞങ്ങൾക്കറിയാം കർത്താവേ. എന്നാൽ നീ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം. നിൻ്റെ മക്കൾക്ക് നീ ആശ്വാസമാകണമേ. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെ തുടച്ചു കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായ സമാധാനം കൊണ്ടും കൃപ കൊണ്ടും നിൻ്റെ മക്കളെ നിറച്ച് അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. നാളെ നടക്കുന്ന ശവസംസ്കാര ശുശ്രൂഷയിലും മറ്റുള്ള ക്രമീകരണങ്ങളിലും എല്ലാം അവിടുത്തെ സാന്നിധ്യം അങ്ങ് മഹത്വമെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിൻ്റെ മക്കളുടെ കൂടിവരവ് മൂലം, പ്രാർത്ഥന മൂലം ഈ കുടുംബങ്ങൾക്ക് അനുഗ്രഹവും ആശ്വാസവും സമാധാനവും കണ്ടെത്തുവാൻ ഇടയാക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആകാശവും ഭൂമി സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷ ഞങ്ങളോടുകൂടെ ഒരുങ്ങി വന്ന് സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായതിൻ്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ശവസംസ്കാര ശുശ്രൂഷയുടെ 1-ാം ഭാഗം ഇവിടെ പൂർത്തിയാക്കപ്പെടുന്നു. ഇപ്പോൾ നാളെ നടക്കുന്ന ശുശ്രൂഷയിലും എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാവണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. ഇപ്പോൾ ഇനിയും ആരെങ്കിലും കാണുവാനായിട്ട് സമയമുണ്ട്, വന്ന് ബോഡി കാണുവാനായിട്ടുള്ള സമയമുണ്ട് എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു.
Hello, everyone. As stated earlier, tomorrow's funeral service and the viewing will start at 10 o'clock. And after the service, following the burial service, everyone is invited to see the family for fellowship and light lunch, which will take place at the Jim Archdeacon Recreation Center, 292 Conestoga Drive, Brampton. The pamphlet is actually available where you're seated. If you don't have one, please pick one so that you'll be able to attend the ceremony tomorrow.